ഹലോ ഫ്രണ്ട്സ്, നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞാൽ നമ്മളുടെ കയ്യിൽ ഒരു ഇമ്പോർട്ടൻറ്റ് മസിലിനെ പറ്റിയുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മളുടെ കയ്യിലൊരു ഇമ്പോർട്ടൻറ്റ് മസിലാണ് ട്രൈസെപ്സ് എന്ന് പറയുന്നത്. അതായത് ഈ ഭാഗത്ത് വരുന്ന ഈ ഒരു മസിൽ പോർഷനെയാണ് ട്രൈസെപ്സ് എന്ന് പറയുന്നത്. സോ അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു വർക്കൗട്ടാണ് ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത്. സോ ആ വർക്കൗട്ട് എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനെ കറക്റ്റ് ഫോമിൽ ചെയ്യാം എന്നാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. പിന്നെ വേറെ എന്താണ് ആ ഒരു വർക്കൗട്ടെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മുടെ ആ വർക്കൗട്ട് ഡംബലിലും ബാർബെല്ലിലും അതുപോലെ കേബിളിലും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. ഞാൻ ഇന്ന് പക്ഷേ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഡംബലിലായിരിക്കും ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ എങ്ങനെ ചെയ്യാമെന്ന് കാണിച്ചു തരുന്നത്. സോ ആ വീഡിയോയിലേക്ക് കടക്കാം. ഞാൻ എബി മാത്യു. എല്ലാവർക്കും എൻ്റെ ചാനൽ AMFലേക്ക് സ്വാഗതം. ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ അല്ലെങ്കിൽ ഡംബൽ ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ എങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത് എന്നാണ് ഞാനിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെ കൊണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഡംബൽ എടുക്കുക. വലിയ വെയിറ്റ് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ വലിയ വെയിറ്റ് എടുക്കാം, അത് തെറ്റല്ല. ചെറിയ വെയിറ്റ് എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ ചെറിയ വെയിറ്റ് എടുക്കാം. പക്ഷേ ഒരു ബിഗിനർ ആണെങ്കിൽ എപ്പോഴും ഏറ്റവും ചെറിയ വെയിറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ, നമ്മൾ ചെയ്യുന്ന വർക്കൗട്ടിൻ്റെ ഫോം കറക്റ്റ് ആയതിനു ശേഷം മാത്രമേ നമുക്ക് എടുക്കാൻ പറ്റുന്ന വെയിറ്റിൽ കൂടുതൽ എടുക്കാവൂ. അതായത് ഹെവി വെയിറ്റ് എടുക്കാൻ ശ്രമിക്കാവൂ. അല്ലെങ്കിൽ ഇഞ്ചുറി ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇപ്പോൾ ഞാനൊരു 5 kg ഒരു ഡംബലാണ് ഞാൻ ഈ ഒരു വർക്കൗട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. സോ ഈ ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കുക. സോ ആദ്യമായിട്ട് നമ്മൾ ചെയ്യുന്നത്, അറിഞ്ഞിരിക്കേണ്ട കാര്യം വേറെ ഒന്നുമല്ല. ആദ്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ട്രൈസെപ്സ് എക്സ്റ്റൻഷന് നമ്മളുടെ ഈ ഡംബൽ എങ്ങനെയാണ് ഹോൾഡ് ചെയ്യേണ്ടതെന്നാണ്. അത് ഞാനിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കാണിച്ചു തരാം. സൈഡ് വ്യൂ ആയിട്ട് കാണിച്ചു തരാം. നിങ്ങൾക്ക് അപ്പോഴാണ് കുറച്ചുകൂടെ കറക്റ്റായിട്ട് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡംബൽ എടുക്കുക. നേരെ നമ്മൾ ചെസ്റ്റിലേക്ക് ഇങ്ങനെ ഈ ഒരു പോർഷനിൽ വെക്കുക. എന്നിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, അടുത്ത കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, ഇനി എങ്ങനെ ഹോൾഡ് ചെയ്യാം എന്നുള്ളതാണ്. സോ ആ ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആദ്യ പാം ഫുള്ള് സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ വെക്കുക, ഫുള്ള് ഓപ്പൺ ആക്കി വെക്കുക. എന്നിട്ട് നമ്മുടെ തമ്പ് ആ ഡംബലിൻ്റെ ആ മിഡ് ഏരിയയിലേക്ക് കൊണ്ട് വെച്ചിട്ട് നമ്മളുടെ ഫിംഗർ, അതായത് ബാക്കിയുള്ള 4 ഫിംഗറും ഡംബലിൻ്റെ മണ്ടയിലേക്ക് വെക്കുക. അതേപോലെ തന്നെ അടുത്ത പാമും അതുപോലെ തന്നെ ഓപ്പൺ ആക്കി വെക്കുന്നു. ആദ്യം വെച്ചേക്കുന്ന തമ്പിൻ്റെ മുകളിലായിട്ട് വെക്കുന്നു. നേരെ ഡംബൽ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് പിടിക്കുന്നു. ഈ ഒരു പോസ്റ്ററിലായിരിക്കും നിങ്ങളുടെ കൈ ഇരിക്കുന്നത്. ഈ ഒരു പോസ്റ്റിലായിരിക്കും. ഇനി ചെസ്റ്റിൽ നിന്ന് നമ്മൾ ചെയ്യേണ്ട, ചെസ്റ്റിൽ വെച്ചേക്കുന്ന വെയിറ്റ് നേരെ മുകളിലേക്ക് ഉയർത്തുകയാണ്. മുകളിലേക്ക് ഉയർത്തി കൈ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. അപ്പം മുകളിലേക്ക് ഉയർത്തി കഴിയുമ്പോഴത്തേന് നമ്മളുടെ ആ പിടിച്ചേക്കുന്ന പാമ്, അതായത് കൈ ഫുള്ളായിട്ട് ടൈറ്റായിട്ട് ഡംബൽ നല്ല ടൈറ്റായിട്ട് ഹോൾഡ് ചെയ്യുക. ഇത്രയാണ് ആദ്യം ചെയ്യേണ്ട കാര്യം. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാം, ഇനി നമ്മളുടെ മൂവ്മെൻറ്റ്. നമ്മളിപ്പോൾ ഈ ഡംബൽ നമ്മളുടെ ഹെഡിന് പുറകിലാണ്, അതായത് തലയ്ക്ക് പുറകിലേക്ക് താഴേക്ക് ഇറക്കുകയാണ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ എൽബോസ് ഒരിക്കലും വൈഡായിട്ട് ഇരിക്കാതിരിക്കാൻ ശ്രമിക്കുക. മാക്സിമം തലയുമായിട്ട് ചേർന്ന് ഇരിക്കണം. ഈ എൽബോസ് തലയുമായി ചേർന്നിരുന്നിട്ട് നമ്മൾ നേരെ താഴേക്ക് പതുക്കെ ഇറക്കുകയാണ്. ഇനി ഞാൻ അതുപോലെ തന്നെ സൈഡ് വ്യൂ കാണിച്ചു തരാം നിങ്ങൾക്ക്. നേരെ ഡംബൽ നേരെ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുന്നു. നേരെ എൽബോസ് തലയുമായി ചേർത്ത് മാക്സിമം എത്രമാത്രം വെക്കാൻ പറ്റുന്ന അവിടെ വെക്കുന്നു. എന്നിട്ട് പതുക്കെ താഴേക്ക് ഇറക്കുകയാണ്. പതുക്കെ താഴേക്ക് ഇറക്കി നമ്മളുടെ ആ ട്രൈസെപ്സ് മസിൽ നല്ല രീതിയിൽ ടൈറ്റാക്കി ഫുൾ സ്ട്രെച്ച് കൊടുക്കുന്നു. അതിനുശേഷം അതേപോലെ മുകളിലേക്ക് ഫുള്ള് സ്ട്രെയിറ്റായിട്ട് അപ്പ് ചെയ്യുന്നു, സ്ക്വീസ് ചെയ്യുന്നു ആ മസിൽ. അതേപോലെ സൈഡിലേക്ക് താഴേക്ക് ഇറക്കി കൊടുക്കുന്നു. പതുക്കെ ഫുള്ള് അപ്പ് അവിടെ ഹോൾഡ് ചെയ്യുന്നു. അതിനുശേഷം പതുക്കെ മുകളിലേക്ക് അപ്പ് ചെയ്ത് സ്ക്വീസ് ചെയ്യുന്നു. കറക്റ്റ് കാണിച്ചു തരാം. നേരെ പതുക്കെ താഴേക്ക് ഇറക്കുകയാണ് ആ വെയിറ്റ്. ഇറക്കിയതിന് ശേഷം അവിടെ ഒരു സെക്കൻഡ് ഹോൾഡ് ചെയ്ത് നല്ല രീതിയിൽ നമ്മുടെ ട്രൈസെപ്സ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം, അതായത് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുകയാണ് താഴേക്ക് വെക്കുമ്പോൾ. എന്നിട്ട് പതുക്കെ മുകളിലേക്ക് അപ്പ് ചെയ്ത് കൈ ഫുള്ള് സ്ട്രെയിറ്റ് ആക്കി ഹോൾഡ് ചെയ്യുന്നു. നമ്മൾ ഫിനിഷ് ആയതിനു ശേഷം നേരെ ഡംബൽ താഴേക്ക് ഇടുകയല്ല ചെയ്യുന്നത്, പതുക്കെ ഷോൾഡറിൽ വെക്കുന്നു. അവിടുന്ന് നമ്മൾ ഒരു കൈ നേരെ ഡംബലിൻ്റെ നടുക്ക് പിടിച്ചിട്ട് പതുക്കെ താഴേക്ക് വെക്കുകയാണ് വേണ്ടത്. ഇതാണ് സുഹൃത്തുക്കളെ ഡംബൽ ട്രൈസെപ്സ് എക്സ്റ്റൻഷൻ. എല്ലാവരും ഞാൻ ഈ പറഞ്ഞു തന്നേക്കുന്ന പോലെ കറക്റ്റ് ഫോമിൽ തന്നെ ചെയ്ത് നോക്കുക. ഈ വർക്കൗട്ട് വളരെ ഗുണകരമായ ഒരു വർക്കൗട്ടാണ്. നിങ്ങൾ ട്രൈസെപ്സ് മസിൽ ഡെവലപ്പ് ചെയ്യാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വർക്കൗട്ടാണ്. ഈ ഡംബൽ ചെയ്ത പോലെ തന്നെ ഇതേപോലെ തന്നെ നമുക്ക് ബാർബെല്ലിലും അതുപോലെ തന്നെ കേബിൾ മെഷീൻസിലും നമുക്ക് ഈ ഒരു വർക്കൗട്ട് ചെയ്യാവുന്നതാണ്.
പിന്നെ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക. അതുകൂടാതെ നിങ്ങളുടെ ഫ്രണ്ട്സിന് എൻ്റെ ഈ വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. അത് എനിക്കും നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ എൻ്റെ ഈ ചാനൽ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യമായിട്ട് വരുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പിന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ അപ്പുറത്തായിട്ട് ഒരു ബെല്ലൈക്കനുണ്ട്. അത് നിങ്ങൾ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള നല്ല വർക്കൗട്ട് വീഡിയോകളും നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള വർക്കൗട്ടും ഫിറ്റ്നസിൻ്റെ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതാണ്. സോ അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും എല്ലാവർക്കും എൻ്റെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്.